ദേ നമ്മളുടെ വീടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഫുൾ ഫിനിഷായിട്ട് കിടക്കണതാണ്. ഉണ്ടാ ഇപ്പോഴാണ് ഇതിൻ്റെ വർക്കെല്ലാവരും പൂർത്തിയായത്. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഇപ്പോഴാണ് ഈ വീടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകണത്. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. എന്താ വിശാലമായ ഹാളിൻ്റെയൊക്കെ ഒരു ലുക്ക് നോക്കി. ഇതൊരു സെപ്പറേറ്റ് ലിവിങ് ഏരിയ ഉണ്ട്. ഞാൻ നേരെ അതിൻ്റെ അകത്തേക്ക് കയറി വന്ന് കാണിച്ചു തരാം നിങ്ങൾ. ഉണ്ട് ഒരു ബെഡ്റൂം ഫുൾ ഫർണിച്ചർ അടക്കം, ഓപ്പൺ കിച്ചൺ. കിച്ചൻ്റെയൊക്കെ ഒരു ലുക്ക് നോക്കി, എന്താ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി. വീട് മൊത്തത്തിൽ വേറൊരു ലെവലാണ്. അപ്പോൾ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതിട്ടാരും. ഇത്രയും നല്ലൊരു വീടാണ്. ഇൻറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണണം, എന്നാലും അതിൻ്റെ അവരിത് മനസ്സിലാവുള്ളൂ. ഈ നേരെ കയറി ചെല്ലുന്നതും ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ. ഒരു വീടിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണിത്. കാരണം ഫ്രണ്ടിൽ നിന്ന് തന്നെ 2 എൻട്രൻസ്. ഡോക്ടർമാർക്കൊക്കെ പറ്റും. കാരണം എന്തെങ്കിലും ഒരു കൺസൾട്ടിങ് പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടർമാർ, വക്കീലന്മാർ, അവർക്കൊക്കെ നല്ലോണം യൂസ് ആവുന്നൊരു വീടാണിത്. കാരണം സെപ്പറേറ്റ് എൻട്രൻസ് ഉള്ളതാണേ അവർക്കൊരു കൺസൾട്ടിങ് റൂം, ഓഫീസ് റൂമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇഷ്ടം പോലെ സ്പേസാണ് ഫ്രണ്ടിൽ. ആ ഫ്രണ്ടിലൊരു പോസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറിത്തരും കേട്ടോ. അത് എപ്പോൾ വീട് വാങ്ങണം അപ്പം വാങ്ങുമ്പോൾ അത് മാറാൻ പറ്റും. കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു ഇതാണ് സെറ്റ് ചെയ്തേക്കണം, ഒരു ലിവിങ് സ്പേസ് പോലെ. അത് നിങ്ങൾ ഇഷ്ടം പോലെ മാറ്റാം. കാരണം ഈ സെറ്റ് ചെയ്തെടുത്ത് നേരെ ഹാളിലോട്ട് മാറ്റി കയറണമെങ്കിൽ വലിയൊരു സ്പേസായി. ഇവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഹാളിൻ്റെയൊക്കെ വലിപ്പം നോക്കി, 2450 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വന്നത്. 2450. സീലിങ്ങൊക്കെ നോക്കി, എന്താ ഒരു ലുക്കല്ലേ. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു 1.5 വീടെന്ന് തന്നെ പറയാം. കണ്ടാ, ഇഷ്ടം പോലെ സ്പേസും കണ്ട, എല്ലായിടത്തും നല്ല വെട്ടവും വെളിച്ചവും എല്ലാം കിട്ടുന്ന രീതിക്കാണ് ഈ വീടിൻ്റെ നിർമ്മാണം. കാരണം കാറ്റും വെളിച്ചമൊക്കെ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കണ്ടാ, ഇത് ഈ റൂം ഫുൾ ഫർണിച്ചർ അടക്കം ഉണ്ട്. ഒരെണ്ണം ഫർണിഷ്ഡ് റൂമാണ്. ഇതതിൻ്റെ ബാത്റൂം, വലിയ സ്റ്റോറേജ് സ്പേസുള്ള കബോർഡൊക്കെയാണ് കൊടുത്തേക്കണം. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ പക്കാ ക്വാളിറ്റിയിലുള്ള നിർമ്മാണം. ഒന്നും പറയാനില്ല. നിങ്ങൾ നേരിട്ട് വന്ന് ചെക്ക് ചെയ്തോ. അത്രയും അത്രയും ഉറപ്പുള്ളൊരു വീടാണത്. ഉണ്ട്, ഇത് 2ാമത്തെ ബെഡ്റൂം. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അത് 2ഉം അറ്റാച്ച്ഡ്, മുകളിലും 2ഉം അറ്റാച്ച്ഡ്. ഉണ്ടാവും. ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ല. ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടെന്ന് ഞാൻ പറഞ്ഞില്ല, വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈൽ വീടെന്നൊക്കെ തന്നെ പറയാത്. കാരണം അത്രയും ഓപ്പൺ ഏരിയയാണ്. ഇനി ഈ വീടിന് ഉള്ള കിച്ചണും ഓപ്പൺ കിച്ചണാണ്. ഇത് ഇവിടത്തേക്കാണ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നല്ല വെട്ടവും വെളിച്ചവും. നമുക്ക് ലൈറ്റ് ഇടണ്ട വീട്ടിൽ, അല്ലാണ്ട് തന്നെ പുറത്തുനിന്നുള്ള നാച്ചുറലായിട്ടുള്ള വെളിച്ചം അകത്ത് കംപ്ലീറ്റ് കിട്ടും. കണ്ട, എന്താ ഒരു സ്റ്റോറേജ് സ്പേസ് നോക്കി. കിച്ചണൊക്കെ കണ്ട, എക്സിക്യൂട്ടീവ് ലുക്കാണ്. ഇത് 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. 7.5 സെൻറ്റും 2450 സ്ക്വയർ ഫീറ്റും. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ എറണാകുളം കാക്കനാട് പുക്കാട്ടോടി ഉണ്ടോ. കാക്കനാട് അടുത്ത് പുക്കാട്ടോടി, ലുലു എല്ലാവരും അടുത്താണ്. പുക്കാട്ടോടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. കാരണം ഒരു 500 മീറ്ററേ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ട്. അത്രയും നിയറസ്റ്റ് ആയിട്ടില്ല. പുക്കാട്ടോടി ടൗൺ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനാണത്. എല്ലാ സൗകര്യമുള്ള വലിയൊരു ജംഗ്ഷൻ. കിണർ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,65,00,000 രൂപയാണ് ചോദിക്കണം. നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണ്ട. എന്താ ഒരു ലുക്ക് നോക്കിയേ. ഇതിനകത്ത് നേരെ കാണുന്ന വീട് കണ്ട, ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീടാണ്. അതോ 5.5 സെൻറ്റും വീടായിരുന്നു. അത് 1,53 കച്ചവടമായി പോയത്. ഇത് 7.5 സെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്
അതിനേലും കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കണുള്ളൂ. 8 13 രൂപ. കാരണം ഇവിടെ 8-9 ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട്. കാരണം അതേ കൊടുത്ത ലൊക്കേഷനാണ്. കാരണം ഞാനിപ്പോൾ മുകളിൽ നിന്ന് കാണിച്ചത് ഇഷ്ടം പോലെ വീടുകളാണ്. വലിയൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റിയാണത്. ഇഷ്ടം പോലെ വീടും കാര്യം അതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി വീടുകൾ. ഇതാണ് മുകളിലോട്ട് കയറുമ്പോൾ ആ ഒരു ലുക്ക് കണ്ട. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV ഏരിയ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരുപാട് സൗകര്യങ്ങൾ. അതൊരു പ്രെയർ ഏരിയ ആയിട്ട് ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് നേരെ നമ്മൾ താഴത്ത് കണ്ടില്ലേ, അതേ സെയിം റൂം തന്നെ, അതേ കൂട്ട് തന്നെ ബാൽക്കണി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂം, ഒരു എക്സിക്യൂട്ടീവ് വീടെന്ന് തന്നെ പറയാം. ഉണ്ടാ എങ്ങാട് നോക്കിയാലും ഒന്നും പറയാനില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല വീട്. കാരണം അതുപോലുള്ള സൗകര്യങ്ങളാണ് കൊടുത്തേക്കണം. ഗ്ലാസ് ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണ പറഞ്ഞേ വീട്ടിൽ എപ്പോഴും വീടിനുള്ളിൽ നല്ല വെട്ടവും വെളിച്ചം ഒരുക്കുള്ളൂ. വെട്ടവും വെളിച്ചം വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അല്ലേ, ഇവിടെ ഒരു ചെറിയ റൂമിനൊരു ബാൽക്കണി പോലെ കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ പറ്റും. അല്ലേ, നിങ്ങൾ കഴിയുന്നത് നേരിട്ട് വന്ന് കാണാം. നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും സൗകര്യവും എല്ലാം മനസ്സിലാവുള്ളൂ. ഈ ഒരു ഏരിയ മനസ്സിലാവും. കാരണം നല്ല പോഷ് ഏരിയയാണിത്. ഇതിനകത്താണെങ്കിൽ ഒരുപാട് വീടുകളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളൊരു വീട് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ അവരവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. കണ്ട, മുകളിൽ നോക്കുമ്പോൾ സൗകര്യങ്ങളുണ്ടോ? എന്താ ഒരു ഏരിയ അല്ലേ. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ട ചുറ്റിനുള്ള വീടുകളൊക്കെ നോക്കി. എല്ലാവരും നല്ല നല്ല വീടുകളാണ്. ഇതിലൊക്കെ എല്ലാത്തിനും താമസം ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ സൈഡിലുള്ള 2-3 വീട് മാത്രമേ ഇപ്പോൾ പണി നടക്കണുള്ളൂ. ബാക്കി എല്ലാത്തിലും താമസമുള്ളതാണ്. കാരണം ഇതാണ് ഇത്തിരി ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള വീട്. കാരണം ഇത് 7.5 സെൻറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം 5, 5.5, 6 റേഞ്ചിലുള്ള സ്ഥലങ്ങളാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്. 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇഷ്ടം പോലെ വണ്ടി പറിക്കുക. അത് നേരെ കാണുന്ന പോസ്റ്റ് മാറ്റി തരും കേട്ടോ. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പർ